സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ താൽക്കാലിക അധ്യാപക നിയമനത്തിലുള്ള പ്രായപരിധി ഉയർത്തിയിരിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ 56 വയസ്സുവരെയുള്ളവർക്ക് നിയമനം നൽകാനാണ് പുതിയ തീരുമാനം. വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ എടുത്ത തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കാട്ടി അധ്യാപക സംഘടനകൾ രംഗത്തെത്തി. മീഡിയ 1 എക്സ്ക്ലൂസീവ്. നിലവിൽ സ്ഥിര നിയമനത്തിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 43 വയസ്സാണ്. ഈ പ്രായം കഴിഞ്ഞവരെ ദിവസവേതനാടിസ്ഥാനത്തിലും അധ്യാപകരായി നിയമിക്കാറില്ല. ഈ ചട്ടമാണ് പുതിയ ഉത്തരവ് പ്രകാരം മാറുന്നത്. 43 വയസ്സ് കഴിഞ്ഞതിന്റെ പേരിൽ നിയമനം നിഷേധിക്കപ്പെട്ട 6 അധ്യാപകർ നേരത്തെ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നു. തുടർന്ന് തീരുമാനം പുനഃപരിശോധിക്കാൻ കമ്മീഷൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇളവ് അനുവദിക്കുന്നതിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കമ്മീഷനെ അറിയിച്ചു. ശേഷം വിഷയം പരിശോധിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി പരാതിക്കാർക്ക് അനുകൂലമായി ഉത്തരവിറക്കുകയായിരുന്നു. പുതിയ തീരുമാനപ്രകാരം 56 വയസ്സുവരെ പ്രായമുള്ള അധ്യാപകർക്ക് നിയമനം നൽകാൻ തടസ്സമില്ല. എന്നാൽ തീരുമാനത്തിനെതിരെ എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. PSC റാങ്ക് പട്ടികയിൽ നിന്നുള്ളവർക്ക് മുൻതൂക്കം നൽകി താൽക്കാലിക നിയമനം നടത്തണം എന്നാണ് അധ്യാപകരുടെ ആവശ്യം. എന്തുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി തിടുക്കത്തിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലോട്ട് പോയത് എന്നത് ഞങ്ങൾക്ക് വ്യക്തമല്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഗുണനിലവാരത്തെ ഇത് ബാധിക്കും. ക്വാളിഫൈഡ് ആയിട്ടുള്ള PSC റാങ്ക് ലിസ്റ്റിലുള്ളവരെ പോലും പരിഗണിക്കാൻ പറ്റാത്ത നിലപാട് പല സെക്ടറിലും ഉണ്ടാകും. ഇത് തീർച്ചയായിട്ടും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ഗുണം ചെയ്യില്ല എന്നതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട നിവേദനവുമായി വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അധ്യാപകർ. ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.